പ്രിയപ്പെട്ടവരെ നമസ്കാരം. എന്നോട് പലരും വാർത്തകൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്നോട് പലരും ചോദിക്കാറുണ്ട്, എന്നെ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ചോദിക്കാറുണ്ട്, എല്ലാത്തിലും ഒരു പിണറായി വിരുദ്ധത ഇല്ലെങ്കിൽ ഒരു പാർട്ടി വിരുദ്ധത കാണുന്നുണ്ടല്ലോ, അതിൽ മുഴച്ചു നിൽപ്പുണ്ടല്ലോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. താങ്കൾ ഏതു പക്ഷമാണ്? പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും ഞാൻ ജനപക്ഷം മാത്രമാണ്. തീർച്ചയായിട്ടും സൂരജ് പാലക്കാടൻ കമ്മ്യൂണിസ്റ്റിൻ്റെയോ BJPയുടെയോ കോൺഗ്രസിൻ്റെയോ കോണകം കഴുകി കൊടുക്കുന്നില്ല. അതെ, ബുദ്ധിജീവികളെ കൊണ്ട് ആർക്കാണ് പ്രയോജനമെന്ന് ഒരിക്കൽ എഴുത്തുകാരൻ സക്കറിയ ചോദിച്ചിരുന്നു. ഇന്ന് ആ ചോദ്യം ഒന്ന് മാറ്റി ചോദിച്ചാൽ ഇങ്ങനെയാവും: കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിൻ്റെ VD സതീശനെ കൊണ്ട് ആർക്കാണ് എന്തു പ്രയോജനമാണുള്ളത്? പ്രിയപ്പെട്ടവരെ, നേരം വെളുക്കുന്നതിന് മുന്നേ ഒരുപക്ഷെ VD സതീശൻ എഴുന്നേൽക്കുന്നുണ്ടാവും. എഴുന്നേറ്റ് അദ്ദേഹം വെളുത്ത മുണ്ടുടുത്ത് വെളുത്ത ഷർട്ടിട്ട് പിന്നെ ഉടുത്തിരിക്കുന്ന ആ ഉടുപ്പുകളെക്കാളൊക്കെ വെളുത്ത ചിരിയെടുത്ത് ചുണ്ടിൽ തേച്ച് പിടിപ്പിച്ച് ആനയ്ക്ക് പകരം സർക്കാർ കനിഞ്ഞു നൽകിയ ആ ഇന്നോവ ക്രിസ്റ്റയിൽ അദ്ദേഹം വലതുകാൽ വെച്ച് കയറുന്നു. പത്രസമ്മേളനങ്ങൾ നടക്കുന്നു, പത്രക്കാർക്ക് ബൈറ്റ് കൊടുക്കുന്നു, ഓതിര ഘടകം തിരിഞ്ഞ് ഭരണപക്ഷത്തിന് നേരെ ആഞ്ഞടിക്കുന്നു, ഇല്ലേൽ അടിക്കുന്നതായി അയാൾ അഭിനയിക്കുന്നു. അഭിനയം കഴിഞ്ഞ് കുത്തിയ ചുട്ടി അഴിക്കാതെ തേച്ച ചായം വായിക്കാതെ ഘടകകക്ഷികളിലെ മുന്തിയ കക്ഷിയുടെ മുന്നിൽ കുനിഞ്ഞു നിന്ന് അല്ല വേണ്ട. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പാബ്ലോ നെരൂദയുടെ ഏറ്റവും ദുഃഖഭരിതമായ വരികൾ എന്ന പേരിനെ ഓർമ്മിപ്പിക്കും പോലെ നാം ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ദുരിതപൂർണമായ മുടിഞ്ഞ നാളുകളിലൂടെ കടന്നു പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണിയാൽ ഒടുങ്ങാത്ത ദുരിതങ്ങൾ, വഞ്ചനകൾ, വനംകൊള്ളകൾ, കൂട്ടിക്കൊടുപ്പുകൾ, വിലക്കയറ്റം, ആനയപ്പേടി, ഇതിനെല്ലാം കാരണഭൂതരായവർ തിന്നും കുടിച്ചും തൂറിയും നേരം പോക്ക് നടത്തിയും കേരളത്തിൻ്റെ ഒരറ്റത്ത് നിന്നും മറ്റൊരറ്റത്തേക്ക് ഉല്ലാസയാത്ര നടത്തുന്നു. എന്നിട്ട് കേരളത്തിൽ യാത്ര കഴിഞ്ഞു മടുക്കുമ്പോൾ നാട്ടിൽ ചൂടുകൊണ്ട് വെന്തുരുകുന്ന ജനത്തിനെ പുച്ഛത്തോടെ നോക്കി അവർ പ്രിയ പത്നിമാരെയും പ്രിയ മക്കളെയും അവരുടെ മക്കളെയും കൂട്ടി തണുപ്പിൻ്റെ കൂട് തേടി വിദേശത്തേക്ക് പറക്കുന്നു. അപ്പോഴുമില്ല VD സതീശനും ഉണ്ടാട്ടം. എന്തു പറയാനാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ? ജനിപ്പിച്ച അച്ഛനെയും അമ്മയെയും പറയിപ്പിക്കാൻ ഒരു പ്രതിപക്ഷം. പ്രിയപ്പെട്ടവരെ, പണ്ട് നാട് നീള വേഷം മാറി വേഷം കെട്ടി നടന്ന രാജാക്കന്മാർ ഉണ്ടായിരുന്ന ഒരു കാലം. അവർ കെട്ടിയ വേഷത്തിൻ്റെ മറവിലിരുന്ന് നാട്ടുകാരുടെ പള്ളും പഴിയും കേട്ടു. പഴി പറഞ്ഞവരുടെ നാവറുത്തു, ചിലരുടെ തലയും. ഇന്ന് നമ്മുടെ രാജാവ് നാട്ടുകാരെ 1000 കാതെ അകലെ നിർത്തി വാഴ്ത്തുപാട്ടുകൾ പാടുന്ന അണികളെ കൂടെ നിർത്തി നാട് നീളെ പട്ടിയെ പോലെ തെണ്ടി നടക്കുന്നു, അതും നാടകയാത്രയിൽ. നാട്ടുകാരെ പ്രീണിപ്പിച്ചും പ്രലോഭിച്ചും ഭീഷണിപ്പെടുത്തിയും കള്ളുകൊടുത്തും കപ്പ കൊടുത്തും കൊണ്ടുവരുന്നു. ചുണ്ടിൽ മുലപ്പാലിൻ്റെ നനവ് തിങ്ങി നിൽക്കുന്ന കുട്ടികളെ കൊണ്ടെന്ന് വെയിലത്ത് നിർത്തുന്നു. പ്രതിഷേധിക്കുന്ന യുവാക്കളെ അണികളെ വിട്ട് തല്ലിക്കൊല്ലാറാക്കുന്നു. അനീതി ചോദ്യം ചെയ്യുന്നവരെ അതെ പെണ്ണുകേസിൽ കൊടുക്കുന്നു, അവരുടെ ജോലി കളയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഭരിക്കുന്നവർ എന്നും ഇങ്ങനെ തന്നെയായിരിക്കും. അവരെ നാം പല പേരിട്ട് വിളിക്കും. ഈദി അമീൻ എന്ന് വിളിക്കും, ഹിറ്റ്ലർ എന്ന് വിളിക്കും, കിങ് ഉൻ എന്ന് വിളിക്കും. അതെ, പക്ഷേ അവർക്കെതിരെ പടനയിക്കാൻ എന്നും എതിർപക്ഷത്ത് നട്ടലുള്ള ചിലരെങ്കിലും ഉണ്ടായിരുന്നു. അവരുടെ ചരിത്രവും നമ്മളൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. ഇവിടെയാണ് നാം ചോദിച്ചു പോകുന്നത്, എവിടെയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ? നാണമുണ്ടോ നേതാവേ? നവകേരള യാത്രയ്ക്കെതിരെ പ്രതിഷേധിച്ച സ്വന്തം അണികളെ DYFI തലപൊളിച്ചപ്പോഴും അദ്ദേഹം വെളുക്കച്ചിരിച്ച് മുഖ്യമന്ത്രിയെ പള്ളു പറഞ്ഞു. പിന്നെ കാലിൻ്റെ ഇടയിൽ കൈകൾ തിരികെ ഉറങ്ങി. അതെ, 87 വയസ്സുള്ള ഒരു സാധു സ്ത്രീ കാണിച്ചു തന്ന പോരാട്ട വീര്യം പോലും ഇല്ലാതെ, ഒരു ബസ് ഉടമയുടെ അയാൾ തോൽക്കില്ലെന്ന പിടിവാശി പോലും ഇല്ലാതെ, 215 രൂപ ദിവസക്കൂലിക്ക് വേണ്ടി വണ്ടി ഓടിക്കുന്നവൻ്റെ ആർജവം പോലും ഇല്ലാത്ത നാണമില്ലാത്ത VD, എന്തിനാണ് നമുക്കിങ്ങനെ ഒരാൾ? എന്തിനാണ് ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ്? മുഖ്യൻ്റെ മോൾ മാസം തോറും മാസപ്പടി വാങ്ങി അച്ഛൻ്റെ മോൾ തന്നെ എന്ന് തെളിയിച്ചിട്ടും VDക്ക് ഒട്ടുമേ ഇല്ല ഉണ്ടാട്ടം. അതെ, വയസ്സ് 54 എത്തിയ VDയുടെ യുവരാജാവ് ഒരു പ്രധാനമന്ത്രി കുപ്പായം തുന്നി നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായല്ലോ. അതേപോലെ ഒരു കുഞ്ഞുകുപ്പായം VD സതീശനും തുന്നി അലമാരയിൽ വെച്ചിട്ടുണ്ട്. കേരള മുഖ്യമന്ത്രിയുടെ നടന്നതുപോലെ തന്നെ നടക്കില്ല. അതെ, ഏതൊരു ഷണ്ടനും ഉണ്ടാവും ഒരു പടുനേരത്ത് സ്ഖലനം നടന്നില്ലെങ്കിലും ഒരു പാതി ഉദ്ധാരണം. അല്ലയോ പ്രതിപക്ഷ നേതാവേ, പുറത്തുള്ളതിനേക്കാൾ ശത്രുക്കൾ അകത്തുണ്ടെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. തനിക്ക് മുൻപേ പോയവരെ ഒതുക്കിയ പോലെ തനിക്ക് പിൻപേ വരുന്നവർ തന്നെയും ഒതുക്കാൻ ചതിക്കുഴികൾ തീർത്ത് കാത്തിരിക്കുന്നുണ്ടെന്നും VD സതീശന് നന്നായി അറിയാം.
കേരളം വിട്ടു ഡൽഹിയിൽ കുടിപാർത്ത മുന്തിയ അവതാരങ്ങൾ ഡൽഹിയിൽ ഇനി നിന്നിട്ട് കാര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞ് കേരളത്തിലേക്ക് ഇതേ കുറ്റിയും പറിച്ചു വന്നു തുടങ്ങി. അതും വി ഡി സതീശന് നന്നായി അറിയാം. ഇതിനിടയിൽ പ്രതിപക്ഷ നേതാവ് സതീശന് എങ്ങനെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയും, എങ്ങനെ നല്ലൊരു പ്രതിപക്ഷ നേതാവാകാൻ കഴിയും? ഒന്ന് കുനിഞ്ഞു നിന്നാൽ പലതും അടിച്ചുകൊണ്ട് പോകുന്നവരാണ് വി ഡി നിങ്ങളുടെ ചുറ്റിനുമുള്ളത്. നിങ്ങൾക്കത് നന്നായി അറിയാം. ഇപ്പോൾ കേരളം തിരിച്ചറിയുന്ന ഒരു വലിയ സത്യമുണ്ട്. എത്രയോ നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിൻ്റെ കാലത്ത് കുറേ അഴിമതിയെങ്കിലും അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട്. സ്പ്രിംഗ്ലർ, സ്വർണ്ണക്കടത്ത്, ലൈഫ്, വിമാനത്താവളം, കൺസൾട്ടൻസി, ഊബർ, അങ്ങനെ ഏറെ. എന്നാൽ ഇന്നും ആ അഴിമതിയിലാണ് ഇപ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷം ചർച്ചിച്ചുകൊണ്ടിരിക്കുന്നത്. ആകെ ഈ പ്രതിപക്ഷത്തിന് ചെയ്യാൻ പറ്റിയത് ഒരു മാറ്റം മാസപ്പടി കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ ക്രെഡിറ്റ് ഒന്നും നിങ്ങൾക്കുള്ളതല്ലെന്നേ ഒരു കോൺഗ്രസ് നേതാവിനുമില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഇൻകം ടാക്സ് കണ്ടുപിടിച്ചാണ് പ്രിയപ്പെട്ടവരെ ഇലക്ഷൻ കഴിഞ്ഞ മുഖ്യനും 2 കുടുംബവും മന്ത്രിമാരും എല്ലാം വിദേശത്തേക്ക് പറന്നു കഴിഞ്ഞു. നാട്ടിലെ മന്ത്രിമാർ സെക്രട്ടേറിയറ്റിലെ ഓഫീസിലില്ല, അവർ നാട്ടിൽ മുങ്ങി. ഓഫീസിൽ ജീവനക്കാരില്ല. IAS പല വഴിക്കാണ്. ആരും ചോദിക്കാനും പറയുവാനില്ല. പ്രതിപക്ഷം പിണറായിയെ കടത്തിവെട്ടി. പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ക്യാബിനറ്റ് റാങ്കോടെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം എന്തിനാണ്? പ്രതിപക്ഷം ജനം സഹികെട്ടുന്നേ. ഇനി ആരോട് എന്തിനു പറയാൻ? പഴയ ചൊല്ലുകൾക്ക് അവധി കൊടുത്ത് നാം പുതിയവ തേടേണ്ടി വരുന്നത് നമ്മൾ സാധാരണ ജനത്തിൻ്റെ വിധിയാണ്. വീട് വിട്ട് വിദേശത്തെ തണുപ്പിലേക്ക് പറന്നിറങ്ങിയ മുഖ്യനും കുടുംബവും തിരികെ എത്തുമ്പോൾ കണ്ടെത്താനാവുമോ നമ്മുടെ വിധി തിരുത്തുന്ന പുതിയൊരു പഴയ ചൊല്ല്? നന്ദി.